ചൂടിലുരുകി കേരളം. സംസ്ഥാനത്ത് ചൂട് വീണ്ടും കൂടാൻ സാധ്യത. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. സൂര്യാതപ മുന്നറിയിപ്പ് തുടരും. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലയിലാകും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരി നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 13 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തി കുറഞ്ഞ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സൂര്യതാപ മുന്നറിയിപ്പും തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. പിറവം കല്ലുമാരിയിൽ കാക്കകൾ കൂട്ടത്തോടെ ചത്തത് ആശങ്കയ്ക്കിടയാക്കുന്നു. ചൂട് വർദ്ധിച്ചതാണ് കാക്കകൾ കൂട്ടത്തോടെ ചാകാൻ കാരണമെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം കല്ലുമാരി സ്വദേശി വിനോദിന്റെ വീട്ടുവളപ്പിൽ മാത്രം 6 കാക്കകളാണ് ചത്തുവീണത്. സമീപ പ്രദേശങ്ങളിലും കാക്കകൾ കൂട്ടത്തോടെ ചത്തതോടെ ജനങ്ങൾ ആശങ്കയിലായി. എറണാകുളം റീജിയണൽ ക്ലിനിക്കൽ ലബോറട്ടറിയിലെ വെറ്റിനറി സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചു. കാക്കകളുടെ പോസ്റ്റ്മോർട്ടം നടത്തി. ചൂട് കൂടിയതാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ വൈറസ് ബാധയാണോ എന്നും പരിശോധിച്ചു വരുന്നതായും ഡോക്ടർമാർ പറയുന്നു. പിറവം പുഴയിലെയും സമീപത്തെ കിണറുകളിലെയും വെള്ളവും മെഡിക്കൽ സംഘം ശേഖരിച്ചു. ന്യൂസ് 18 പിറവം. തേക്കടി ആദിവാസി മേഖലയായ മന്നാക്കുടിയിൽ കുടിവെള്ളം കിട്ടാനില്ല. 400ഓളം ആദിവാസി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുടിയിലെ ജലസ്രോതസ്സുകൾ കടുത്ത വേനലിൽ വറ്റിവരണ്ടു. മന്നാക്കുടി പഞ്ചായത്ത് 20 ലക്ഷം രൂപ മുടക്കി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിരുന്നു. എന്നാൽ ഉദ്ഘാടന ദിവസം തന്നെ വെള്ളം പമ്പ് ചെയ്തപ്പോൾ പലയിടത്തും പൈപ്പ് പൊട്ടി. ഗുണനിലവാരം ഇല്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ചതാണ് പൈപ്പുകൾ വ്യാപകമായി പൊട്ടാൻ കാരണമെന്നാണ് ആരോപണം. പഞ്ചായത്ത് കരാറുകാരനോട് പരിഹാരം കാണാൻ നിർദ്ദേശിച്ചെങ്കിലും താൽക്കാലികമായ അറ്റകുറ്റപ്പണി മാത്രമാണ് നടത്തിയത്. ബുധൻ, ഞായർ ദിവസങ്ങളിലാണ് കോളനിയിലേക്ക് വെള്ളം എത്തുന്നത്. എന്നാൽ ഇപ്പോൾ അതും നിലച്ചു. പോയി വെള്ളം ഇച്ചിരി വെള്ളം കിട്ടും, കുടിക്കാൻ മാത്രം കിട്ടും, മലക്കാൻ കിട്ടത്തില്ല, ഒന്നും കിട്ടാത്ത. അങ്ങനെ എവിടെ ജീവിക്കുന്നു? കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ 500 ലിറ്ററിന് 750 രൂപ നിരക്കിൽ വെള്ളം വില കൊടുത്ത് വാങ്ങുകയാണ് പ്രദേശവാസികൾ. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ആലക്കോട് രൈറോം ടൗണിൽ ജുമാ മസ്ജിദിന് സമീപം ജലനിധി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലയിലാണ് പൈപ്പ് പൊട്ടൽ പതിവാകുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും 20 മീറ്റർ ചുറ്റളവിൽ പൈപ്പ് പൊട്ടി മെക്കാഡം ടാറിംഗ് തകർന്നിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് പൈപ്പ് പൊട്ടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആലക്കോട് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ജലനിധി പദ്ധതിയെക്കുറിച്ച് വ്യാപക ആക്ഷേപം നിലനിൽക്കെയാണ് പലയിടത്തും പൈപ്പുകൾ പൊട്ടി ജലക്ഷാമം നേരിടുന്നത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മലയോര ഹൈവേയുടെ പ്രവൃത്തികൾക്കും പൈപ്പ് പൊട്ടൽ തിരിച്ചടിയാവുന്നുണ്ട്. മെക്കാഡം ടാറിങ്ങിനോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് രൂപപ്പെട്ട വിള്ളലുകളിൽ കൂടിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. പൈപ്പുകൾ ലീക്ക് ചെയ്യാൻ തുടങ്ങിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണവും തടസ്സപ്പെട്ടു. പൈപ്പ് പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ മെക്കാഡം ടാറിംഗ് വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ന്യൂസ് 18 ആലക്കോട്. കനത്ത വേനലിൽ സംസ്ഥാനം വെന്തുരുകുമ്പോൾ കുപ്പിവെള്ള വിപണിയിൽ ഹില്ലി അക്വയ്ക്ക് വൻ വിൽപ്പന. കുറഞ്ഞ വിലയെ തുടർന്ന് വിപണനം വർദ്ധിച്ചതോടെ ഹില്ലി അക്വയുടെ ഉൽപ്പാദനം കൂട്ടാനും നടപടിയായി. സംസ്ഥാന സർക്കാർ പൊതുമേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ കുപ്പിവെള്ള നിർമ്മാണ ഫാക്ടറിയാണ് ഹില്ലി അക്വ. തൊടുപുഴയ്ക്ക് സമീപം മലങ്കരയിലാണ് ഹില്ലി അക്വ കുപ്പിവെള്ളത്തിന്റെ ഉത്പാദനം. മറ്റ് കമ്പനികൾ 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ ഈടാക്കിയിരുന്നപ്പോൾ ഹില്ലി അക്വയുടെ വില 15 രൂപയായിരുന്നു. പിന്നീട് വില വീണ്ടും കുറച്ച് 10 രൂപയാക്കി. ലാഭം കുറവായതിനാൽ കച്ചവടക്കാർ ആദ്യമൊന്നും ഈ കുപ്പിവെള്ളം വിൽപ്പനയ്ക്കെടുത്തിരുന്നില്ല. അടുത്ത കാലത്ത് കുപ്പിവെള്ളത്തിന്റെ വില കുറച്ച് സർക്കാർ ഉത്തരവിട്ടതോടെ ഹില്ലി അക്വയ്ക്ക് പ്രിയമേറി. ISO അംഗീകാരവും സർക്കാർ ഉൽപ്പന്നമെന്ന ഖ്യാതിയുമാണ് ഹില്ലി അക്വയുടെ വിപണനം വർദ്ധിക്കാൻ സഹായമായത്. ജനങ്ങൾ എല്ലാ മേഖലകളിലും ചോദിച്ച് ഈ വെള്ളം വാങ്ങുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഹൈറേഞ്ച് മേഖലകളിൽ യഥാർത്ഥത്തിൽ സമീപകാലത്തൊന്നും ഇത്രയും ചൂടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുപ്പിവെള്ളത്തിൻ്റെ വിതരണത്തിൻ്റെ തോത് വളരെ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരാശരി 70,000 മുതൽ 80,000 ലിറ്റർ വെള്ളമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ വഴി ദിവസവും 4,000-ഓളം കുപ്പിവെള്ളവും വിൽപ്പന നടത്തുന്നു. ചൂട് വർദ്ധിച്ചതോടെ കുപ്പിവെള്ള നിർമ്മാണം ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റു കുപ്പിവെള്ള കമ്പനിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വില കുറവാണെന്നത് തന്നെയാണ് വിൽപ്പന വർദ്ധിക്കാൻ കാരണമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ന്യൂസ് 18 തൊടുപുഴ. നെയ്യാറ്റിൻകര, അമ്പൂരി ആദിവാസി ഊരുകളിൽ തെരുവു വിളക്കുകൾ കത്താതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു.
പുരവിമല, തെമ്മല തുടങ്ങിയ ഇടങ്ങളിലെ ജനങ്ങളാണ് തെരുവ് വിളക്കില്ലാത്തതിൽ ദുരിതത്തിലായത്. വീടുകൾ ഏറെക്കുറെ വൈദ്യുതീകരിച്ചിട്ടുണ്ടെങ്കിലും തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടുത്തുകാർക്ക്. പുരവിമല, തെമ്മല, കണ്ണുമാമൂട്, കൊമ്പ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തെരുവ് വിളക്കുകളുടെ അഭാവം കാരണം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. തെരുവ് വിളക്കുകളില്ലാത്തത് കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകാൻ കാരണമാകുന്നുണ്ട്. തെമ്മല സ്വദേശിയായ യുവാവിനെ കാട്ടുപോത്ത് കുത്തിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. പുരവിമല കടത്തിലുള്ള ഏക സ്ട്രീറ്റ് ലൈറ്റ് ഒഴിച്ചാൽ പ്രദേശത്തെ സെറ്റിൽമെന്റുകളിൽ ഒന്നും തന്നെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒരൊറ്റ ലൈറ്റും കത്തുന്നില്ല. നമ്മൾ വള്ളത്തിൽ ഇരുന്നിട്ട് നമ്മൾ തന്നെ വഴക്ക് പറഞ്ഞ് അവരുമായിട്ട് വാർഡ് മെമ്പറായ ഷിബുവാണ്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു മടുത്ത് നിവർത്തിയിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് വള്ളക്കടവിൽ ഇക്കര ഇട്ടു. രാത്രി ഉണ്ടാകുന്ന അത്യാവശ്യങ്ങൾക്കും അത്യാഹിതങ്ങൾക്കും കാട്ടിലൂടെ കാൽനടയായി മാത്രമേ ജനങ്ങൾക്ക് കടത്തിലെത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഈ വഴികളിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആദിവാസി വിഭാഗത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രതിവർഷ ബജറ്റുകളിൽ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ ദുരിതത്തിലാണ് ആദിവാസി ജനത. ന്യൂസ് 18 അമ്പൂരി. വയനാട് ജില്ലയിൽ സർക്കാർ ഉത്തരവ് പ്രകാരം പ്രമോഷൻ നൽകേണ്ട അംഗൻവാടി വർക്കർമാരെ നിയമിക്കണമെന്ന പട്ടിക അട്ടിമറിച്ചതായി ആക്ഷേപം. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പുൽപ്പള്ളി വേലിയമ്പം സ്വദേശി മേഴ്സി ജോർജ്. 1991 നിയമിതരായി 2 പതിറ്റാണ്ടിലധികം തൊഴിലെടുത്ത നിരവധി അംഗനവാടി ജീവനക്കാർക്ക് പ്രമോഷൻ നൽകിയില്ലെന്നാണ് പരാതി. പ്രമോഷൻ ലിസ്റ്റ് അട്ടിമറിക്കുകയും അന്യായമായി കരാറുകാരെ നിയമിക്കുന്നതായും ആരോപണമുണ്ട്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു കുത്തക ഞങ്ങൾ സ്ത്രീകൾ മാത്രം ഉള്ളതുകൊണ്ട് ഒരു കുറവാണ്. സ്ത്രീകൾ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കാണിച്ച ചീപ്പായ പ്രവർത്തനം നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. പ്രമോഷന് അർഹതയുള്ള 110 പേരോളം പുറത്തു നിൽക്കുമ്പോൾ പിൻവാതിൽ നിയമനത്തിന് തുല്യമായ രീതിയിൽ കരാർ ജോലിക്കാരെ നിയമിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് പരാതിയിൽ പറയുന്നു. നിയമ പോരാട്ടത്തിലൂടെ അനുകൂല നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ന്യൂസ് 18 വയനാട്. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം 5ാം വർഷത്തിലേക്ക്. നിർധനരായ വൃക്കരോഗികൾക്ക് വലിയ ആശ്വാസമായി മാറുകയാണ് ഈ ഡയാലിസിസ് സെന്റർ. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 2015 ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത്. കൊണ്ടോട്ടി, വള്ളിക്കുന്ന്, മലപ്പുറം, ഏറനാട് മണ്ഡലങ്ങളിലെ നിർധന രോഗികൾക്ക് ഇവിടെ ഡയാലിസിസ് സൗജന്യമാണ്. ദിവസവും 81 രോഗികൾക്കാണ് ഡയാലിസിസ് നടത്തുന്നത്. 200-ലേറെ അപേക്ഷകൾ പരിഗണനയ്ക്കായി കാത്തുകിടക്കുന്നുണ്ട്. നിലവിൽ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സെന്ററിന് കോടങ്ങാട് പുതിയ കെട്ടിടമൊരുങ്ങുന്നുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ കൂടുതൽ പേർക്ക് സേവനം ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സമൂഹത്തിൽ ഏറ്റവും ദുർബലമായ ഈ വൃക്കരോഗം ബാധിച്ചവരെയാണ് ഞങ്ങൾ ഇതിന് സെലക്ട് ചെയ്യൽ. മറ്റു യാതൊരു പരിഗണനയില്ല. അവർ രോഗികളാവുക, സാമ്പത്തികമായി ചികിത്സിക്കാൻ സ്വയം സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക, അവരെ കൃത്യമായി സ്ക്രീൻ ചെയ്ത് ഞങ്ങൾ ഇവിടെ എടുക്കും. ഒരു മാസം 12.5 ലക്ഷം രൂപയാണ് സെന്ററിന്റെ നടത്തിപ്പ് ചെലവ്. ജനപ്രതിനിധികൾ, ഓട്ടോ തൊഴിലാളികൾ, ബസ് ഓണേഴ്സ്, സന്നദ്ധ സംഘടനകൾ എന്നിവർ നൽകുന്ന സംഭാവനകൾ സ്വീകരിച്ചാണ് സെന്ററിന്റെ പ്രവർത്തനം. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പുനരധിവാസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 കൊണ്ടോട്ടി. ഇനി കാർഷിക കേരളം. തേനീച്ചകൾക്കായി പൂക്കൃഷി നടത്തി ശ്രദ്ധേയനാവുകയാണ് ഏരിയം ആലക്കോട്ടെ ബഷീർ എന്ന സിവിൽ പോലീസ് ഓഫീസർ. 10 സെന്റ് പുരയിടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ നിന്നും തേൻ നുകരാൻ എത്തുന്ന തേനീച്ചകൾ കാഴ്ചക്കാർക്ക് കൗതുകമാണ്. ബഷീറിന്റെ വീട്ടിൽ തേനീച്ചകൾക്കായാണ് പൂക്കൾ വിരിയുന്നത്. പൂക്കൾ വിരിയുന്നതോടെ തേനീച്ചകളെത്തും. നിറയെ പൂമ്പൊടിയും തേനുമുള്ള തരം പൂക്കളാണ് ബഷീർ കൃഷി ചെയ്യുന്നത്. പ്രകൃതിദത്തമായ തേൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. കീടനാശിനികളുടെ ഉപയോഗം വ്യാപകമായ ഈ കാലത്ത് വിഷം കലരാത്ത തേൻ കിട്ടാൻ എളുപ്പമാർഗമെന്ന നിലയ്ക്കാണ് പൂക്കൃഷി ആരംഭിച്ചത്. കൂടുതലായിട്ട് ഞാനിപ്പം വളർത്തുന്നത് ഈ നമ്മുടെ പഴയ കാലത്തൊക്കെ വളർത്തുന്ന 10 മണി ചെടി എന്ന് പറയുന്ന ആ ചെടിയാണ് ഇപ്പം കൂടുതലായിട്ട് ഞാനിവിടെ കൃഷി രീതിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തേനീച്ചക്ക് യഥേഷ്ടം എടുക്കാനുള്ള തേൻ കൂടുതലായിട്ട് അതിനകത്ത് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മളെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരുപാട് തേനുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം നമ്മളെ മനുഷ്യന്മാർ ഈ കീടനാശിനികളടിച്ച് തേനീച്ച എല്ലാം പുറത്തു പോയി വരുമ്പോഴത്തേക്ക് അതൊന്നും തിരിച്ചു വരാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി സ്വന്തം പറമ്പിൽ തന്നെ ഇതുപോലെ ഈ പൂക്കൃഷി നടത്തി
തേനീച്ചയ്ക്ക് ആവശ്യമായ നല്ല നാച്ചുറലായ തേൻ വീട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജോലി പോലീസിലാണെങ്കിലും നല്ലൊരു കർഷകൻ കൂടിയാണ് ബഷീർ. വേറിട്ട കൃഷിരീതിയിലൂടെ ശ്രദ്ധേയനായ ഇദ്ദേഹം കൃഷിയിൽ നിരവധി പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. വീട്ടുമുറ്റത്തും തൊടിയിലും പ്രത്യേകമൊരുക്കിയ കൂടുകളിൽ നാടൻ തേനീച്ചകൾക്ക് പുറമെ ചെറു തേനീച്ചകളെയും വളർത്തുന്നുണ്ട്. ഓരോ വർഷവും 100 കിലോയിലധികം തേൻ വിപണിയിലെത്തിക്കാൻ ബഷീറിന് കഴിയുന്നുണ്ട്. തേനീച്ചപ്പെട്ടിയും ബഷീർ സ്വന്തമായാണ് നിർമ്മിക്കുന്നത്. ചെടികൾ നനയ്ക്കാനും മറ്റുമായി സ്വയം കണ്ടുപിടിച്ച ജലവിതരണ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ബഷീറിന്റെ കൃഷിരീതിയെക്കുറിച്ച് പഠിക്കാൻ നിരവധി പേരാണ് ആലക്കാടുള്ള വീട്ടിലെത്തുന്നത്. ന്യൂസ് 18 ആലക്കാട്. തിരുവനന്തപുരം ചിറയൻകീഴ് ശാർക്കര ക്ഷേത്ര മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് ചിറയൻകീഴിൽ 4 എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഇന്ന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. പരശുറാം ഏറനാട് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് നാളെ ചിറയൻകീഴ് സ്റ്റേഷനിൽ 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചു. ഇനി ഇന്നത്തെ ട്രെയിൻ സമയം നോക്കാം. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 1 മണിക്കൂർ 32 മിനിറ്റ് വൈകി. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1 മണിക്കൂർ 3 മിനിറ്റ് വൈകി. കന്യാകുമാരി എക്സ്പ്രസ് 36 മിനിറ്റ് വൈകി. തൃശൂർ കണ്ണൂർ പാസഞ്ചർ 29 മിനിറ്റ് വൈകുന്നു. കോട്ടയം നിലമ്പൂർ പാസഞ്ചർ 49 മിനിറ്റ് വൈകുന്നു. ഗതാഗത നിയന്ത്രണ അറിയിപ്പുകൾ നോക്കാം. കണ്ണൂർ പയ്യാമ്പലം ബീച്ച് മീൻകുന്ന് റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഏപ്രിൽ 14 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വാഹനങ്ങൾ പള്ളിയാമൂല നീർക്കടവ് റോഡ് വഴി പോകേണ്ടതാണ്. കണ്ണൂർ കാടാച്ചിറ എടക്കാട് റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ 14 വരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചൊവ്വ അഞ്ചരക്കണ്ടി മട്ടന്നൂർ കീഴല്ലൂർ റോഡിലെ തട്ടാരി പാലത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പാലം പൊളിച്ചു നീക്കുന്നതിന് മെയ് 31 വരെ ഗതാഗതം നിരോധിച്ചു. ആലപ്പുഴ ശബരിമല വില്ലേജ് റോഡിൽ പുലിയൂർ കിഴക്കേനട മുതൽ പോറ്റമേൽക്കടവ് പാലം വരെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 13 വരെ ഗതാഗതം നിരോധിച്ചു. കൊല്ലം കൊട്ടാരക്കര കിഴക്കേ തെരുവ് പത്തനാപുരം റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ 3 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. KCB അറിയിപ്പുകൾ. കണ്ണൂർ മാടായി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ മൊട്ടാമ്പ്രം, ജിന്ന് റോഡ്, ഹാജി റോഡ്, GMUP, ദുബായ് ഹോസ്പിറ്റൽ, സിദ്ദിഖ് പള്ളി എന്നീ ട്രാൻസ്ഫോമർ പരിധിയിൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. ഇനി നാട്ടുവോട്ട്. കൊച്ചിൻ റിഫൈനറിക്ക് സമീപത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ല എന്ന് അടൂർക്കര പ്രദേശവാസികൾ. റിഫൈനറിയുടെ പ്രവർത്തനം അശാസ്ത്രീയമായാണെന്നും കുട്ടികൾക്കുൾപ്പെടെ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതായും ഇവർ പറയുന്നു. 34ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന അടൂർക്കര പ്രദേശത്തിന് ചുറ്റും ഇന്ന് റിഫൈനറിയുടെ വിവിധ പ്ലാന്റുകളാണ്. ഈ വീടുകൾക്ക് കമ്പനിയുടെ മതിലിൽ നിന്നും 10 മീറ്റർ പോലും ദൂരമില്ല. പ്ലാന്റുകളിൽ നിന്ന് പലപ്പോഴും ദുർഗന്ധം വമിക്കാറുണ്ട്. കിണറുകളിലെ വെള്ളം ഉപയോഗയോഗ്യമല്ല. കുട്ടികൾക്കടക്കം രോഗങ്ങൾ വ്യാപകമാണ്. ഞങ്ങൾക്ക് ശരിക്കും ഭയമുണ്ട് ഉള്ളിൽ. ഈ കുഞ്ഞു കുട്ടികൾ ഇതുങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നതാണ്. ഇതുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ എങ്ങോട്ട് പോകുന്ന പോലും ഞങ്ങൾക്കറിയില്ല. പ്ലാന്റിൽ നിന്ന് ടാർ പ്ലാന്റിൽ നിന്നൊക്കെ ഉള്ള വളരെ രൂക്ഷമായ ഗന്ധം വരുന്നത്. ആ ഗന്ധം ശ്വസിച്ച് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ട് ഇവിടെ. മാറ്റിപ്പാർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമില്ല.
രാഷ്ട്രീയക്കാർ ഇത്തവണ വോട്ട് ചോദിച്ചു വരണ്ടെന്നും ആർക്കും വോട്ട് ചെയ്യില്ലെന്നും അടൂർക്കര നിവാസികൾ പറയുന്നു. തിരഞ്ഞെടുപ്പിന് വിട്ടുകാരൻ തന്നെയാണ് തീരുമാനം. ഇവിടുത്തെ റെസിഡന്റ് അസോസിയേഷന്റെ തീരുമാനവും എൻ്റെ പേഴ്സണൽ തീരുമാനവും അത് തന്നെയാണ്. 500 മീറ്റർ ബഫർ സോണും 450 മീറ്റർ ഗ്രീൻ ബെൽറ്റും വേണമെന്ന നിർദ്ദേശം കമ്പനി നടപ്പാക്കിയില്ല എന്നും ആരോപണമുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് പഞ്ചായത്തിന്റെയും തീരുമാനം. പകുതിയധികം പേരുടെ കുട്ടികളും സ്ത്രീകളൊക്കെ രോഗികളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ദുർഗന്ധമുണ്ടായപ്പോൾ പരാതി കൊടുത്തപ്പോൾ കമ്പനി പറഞ്ഞിരുന്നത് അവരുടെ ഭാഗത്തു നിന്ന് നല്ല മണം ഉണ്ടാകുന്നത് എന്നായിരുന്നു. പക്ഷേ നമ്മൾ വീണ്ടും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ പരാതി കൊടുത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കൊച്ചി റിഫൈനറിൽ തന്നെയാണ് മണം ഉണ്ടാകുന്നതെന്ന് നമുക്ക് രേഖാമൂലം മറുപടി തന്നിട്ടുണ്ട്. 100% ഞങ്ങൾ വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. അത് പഞ്ചായത്ത് പ്രസിഡന്റ് അടിവരയിട്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ്. അത് ജനപ്രതിനിധികളുള്ള നിലയ്ക്ക് ഞാനും പറഞ്ഞേക്കുന്ന കാര്യമാണ്. അടിക്കടി കമ്പനിയിൽ വാതക ചോർച്ചയുണ്ടാകുന്നതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ഇലക്ഷൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മുതിർന്നവർക്ക് കത്തെഴുതി കുട്ടികൾ. കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അവധിക്കാല ക്യാമ്പിനോടനുബന്ധിച്ചാണ് വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ കത്തെഴുതിയത്. ഇലക്ഷൻ പ്രചരണ വിഭാഗവും PRDയും സംയുക്തമായാണ് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേറിട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും വിവരിച്ചുകൊണ്ട് കുട്ടികൾ മുതിർന്നവർക്ക് കത്തെഴുതി. കൊല്ലം അസിസ്റ്റന്റ് കളക്ടർ ഇലക്കിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നടന്നുവന്ന വേനൽ തുമ്പികൾ എന്ന ക്യാമ്പിൽ പങ്കെടുത്ത 140 കുട്ടികളും കത്തെഴുതി. ഇവിടെ വോട്ടെടുപ്പിന് നമ്മളും പങ്കാളികളാണ്. ഇവിടെ ഭരിക്കുന്നവരൊന്നും ചക്രവർത്തിമാരല്ല എന്നും അവർ നമ്മളുടെ സേവകരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ വളരെ നല്ലൊരു പരിപാടിയായിരുന്നു വേനൽത്തുമ്പികൾ എന്ന് പറയുന്നത്. വിദഗ്ധരായ ഒരുപാട് അധ്യാപകരും മറ്റും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികളിലൂടെ മുതിർന്നവരിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കഴിവതും മുഴുവൻ ആൾക്കാരെയും കൊണ്ട് അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിക്കുക, അതിന് മുന്നോടിയായിട്ട് അവരെ ബോധവൽക്കരിക്കുക. ഇലക്ഷൻ പ്രചരണ വിഭാഗം നോഡൽ ഓഫീസർ സുകേഷ്, DD ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കരുനാഗപ്പള്ളി. വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വക്കത്ത് യുവാവിനെ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്ന പ്രതി അറസ്റ്റിൽ. കംസൻ എന്ന ബിനുവിനെ കൊന്ന കേസിൽ വക്കം സ്വദേശി സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വധശ്രമം അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതികളാണ് ഇരുവരും. കടയ്ക്കാവൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ് 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ കൗൺസിലിംഗ് തുടരുന്നു. കൗൺസിലിംഗിന് ശേഷം ഇവരെ രഹസ്യമൊഴിയെടുപ്പിന് വിധേയമാക്കും. പോലീസിനു കൂടി സ്വാധീനമുള്ള കേന്ദ്രത്തിലാണ് കൗൺസിലിംഗ് പുരോഗമിക്കുന്നത്. 3 ദിവസം കൂടി സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് തുടർന്ന ശേഷം മജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. എന്നാൽ നടന്ന സംഭവങ്ങൾ വീണ്ടെടുത്ത് പറയാനാകാത്ത വിധം നിർവികാരമായാണ് യുവതിയെന്ന് കൗൺസിലിംഗ് നടത്തിയവർ വ്യക്തമാക്കുന്നു. പൂർണ്ണമായും വിഷാദത്തിന് അടിമപ്പെട്ട നിലയിലാണിവർ. അടുത്ത സുഹൃത്തുകൂടിയായ സൈക്കോളജിസ്റ്റിനോടും സംസാരിക്കാൻ കൂട്ടാക്കാത്ത അവസ്ഥ, ആത്മഹത്യാ പ്രവണതയും കൂടുതലാണ്. യുവതി സാധാരണ നിലയിലേക്കെത്താൻ ഒരുപക്ഷെ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതി അരുൺ ആനന്ദിനെതിരായ പ്രധാന സാക്ഷി കൂടിയാണ് കുട്ടിയുടെ അമ്മ. അതുകൊണ്ട് തന്നെ യുവതി മാനസികാരോഗ്യം വീണ്ടെടുക്കേണ്ടത് കേസിനും നിർണായകമാണ്. അതേസമയം മരിച്ച കുട്ടിയുടെ അനുജനായ 4 വയസ്സുകാരന്റെ സംരക്ഷണ ചുമതലയുമായി ബന്ധപ്പെട്ട് അച്ഛന്റെ കുടുംബത്തിന്റെ അവകാശവാദത്തിൽ ശിശുക്ഷേമ സമിതി ഉടൻ തീരുമാനം കൈക്കൊണ്ടേക്കും. ന്യൂസ് 18 തൊടുപുഴ. കോട്ടയം പാല മാനത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് മറിഞ്ഞ് 5 പേർ മരിച്ചു. കടനാട് സ്വദേശികളായ യുവാക്കളാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അന്തിനാട് സ്വദേശി പ്രഭാതിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടനാട് സ്വദേശികളായ വിഷ്ണുരാജ്, ജോബിൻസ് കെ ജോർജ്, പ്രമോദ് സോമൻ, പിഴകു സ്വദേശി ഉല്ലാസ്, സുധി ജോർജ് എന്നിവരാണ് മരിച്ചത്. തൊടുപുഴ പാലാപാതയിൽ മാനത്തൂർ കുരിശുപള്ളിക്ക് സമീപം വൈകിട്ട് 6:10 അപകടം. തൊടുപുഴ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന കാർ ആദ്യം മതിലിൽ ഇടിച്ചു. തൊട്ടടുത്ത മരത്തിലും കടയിലും ഇടിച്ച ശേഷം കരണം മറിഞ്ഞ കാർ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ നിന്ന് തെറിച്ചു വീണ വിഷ്ണുരാജ്, ജോബിൻസ്,
പ്രമോദ് എന്നിവർ തൽക്ഷണം മരിച്ചു. മറ്റു 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മരിച്ചത്. സംഘത്തിലുണ്ടായിരുന്ന പ്രഭാത് മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുള്ളവരെ പുറത്തെടുത്തത്. സംഘം സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനവുമായി അമിത വേഗത്തിൽ മത്സരിച്ചു വരികയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വാഹനം ഇടിച്ചു കയറിയ കടയിൽ തിരക്കില്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. കടയ്ക്കും കടയോട് ചേർന്ന വീടിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരികെ വരികയായിരുന്നു കാറിലുണ്ടായിരുന്നവർ. ന്യൂസ് 18 കോട്ടയം. മലപ്പുറം കല്ലരട്ടിക്കൽ ALP സ്കൂളിലെ ഫ്രെയിമുകൾ കഥ പറയുന്നു എന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. സ്കൂളിന്റെ ടാലന്റ് ലാബിന്റെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികളുടെയും ഛായാചിത്രം വരച്ച് ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് വിദ്യാലയം. സ്കൂളിലെ ടാലന്റ് ലാബിന്റെ നേതൃത്വത്തിൽ PTA ആണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. മുഴുവൻ കുട്ടികളുടെയും ഛായാചിത്രത്തിൽ ഓരോരുത്തരുടെയും സവിശേഷതകൾ എഴുതിച്ചേർത്തായിരുന്നു ചിത്രപ്രദർശനം. ഫ്രെയിമുകൾ കഥ പറയുന്ന തലക്കെട്ടിലായിരുന്നു പ്രദർശനം. കലാകാരൻ കൂടിയായ PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ചിത്രങ്ങൾ വരച്ചത്. 155ഓളം വരുന്ന കുട്ടികളെ മൊത്തം വരക്കാൻ ഞാനൊരു 4-5 മാസം എടുത്തിട്ടുണ്ട്. മുഴുവനും കളർ ചിത്രമാണ്, വാട്ടർ കളറിലാണ് ചെയ്തത്. സ്കൂളിന് റേഡിയോ, സ്മാർട്ട് റൂം, ജൈവ വൈവിധ്യോദ്യാനം എന്നിവ ഒരുക്കുന്നതിനും ആലോചനയുണ്ട്. മുഴുവൻ കുട്ടികളുടെയും കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു റേഡിയോ നിലയം സ്കൂളിൽ സ്ഥാപിക്കുക, അതിലൂടെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ചിത്രരചന സ്കൂളിൽ സംഘടിപ്പിച്ചത്. ചിത്രപ്രദർശനങ്ങൾ മുൻപും നടത്തിയിട്ടുണ്ടെങ്കിലും സ്വന്തം ചിത്രം ഉൾപ്പെട്ട പ്രദർശനം ഒരുക്കിയതിൽ സന്തോഷത്തിലായിരുന്നു കുട്ടികളും രക്ഷിതാക്കളും. ഇന്നത്തെ സ്റ്റാർസ് നമ്മുടെ കുട്ടികളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ നമ്മൾ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ സൊലേസിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത സന്ധ്യ ശ്രദ്ധേയമായി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സൊലാസ്. സംഘടനയുടെ പാലക്കാട് ഘടകത്തിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്നേഹാന്തരമായ എന്ന പേരിൽ സംഗീത സദ്യ സംഘടിപ്പിച്ചു. പ്രശസ്ത ചലച്ചിത്ര ഗായകൻ ശ്രീനിവാസൻ സംഘവും ചേർന്ന സംഗീത സദ്യ ഇമ്പമാർന്നാക്കി. സാഹിത്യകാരി പ്രൊഫസർ സാറ ജോസഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ ഏത് ദൈവത്തെ വിളിച്ച് കരഞ്ഞാലും ഈ കുഞ്ഞ് രക്ഷപ്പെടുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി മരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ വേദനയുടെ പ്രതീകം. സംഘടനയുടെ നേതൃത്വത്തിൽ 3 വർഷങ്ങളായി പാലക്കാട് ജില്ലയിലുള്ള ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കുമായി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പൊതുയോഗങ്ങളിൽ നേതാവ് കൃത്യസമയത്തെത്തിയിട്ടും പ്രവർത്തകർ എത്തിയില്ലെങ്കിൽ പ്രതിസന്ധിയിലാവുക സംഘാടകരാണ്. പ്രത്യേകിച്ചും എതിരാളികൾ പ്രചാരണായുധമാക്കാനിടയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത്. പാലക്കാട് ചിറ്റൂരിൽ LDF റാലിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യസമയത്തെത്തിയപ്പോൾ പ്രവർത്തകർ എത്താൻ വൈകിയത് പ്രാദേശിക നേതാക്കളുടെ ചങ്കിടിപ്പ് കൂട്ടിയ സംഭവമായി. റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. പാലക്കാട് ചിറ്റൂരിലെ LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉദ്ഘാടന സമയം വൈകിട്ട് 4 മണി. സാധാരണ 4 മണിക്ക് പറയുന്ന പരിപാടി തുടങ്ങാൻ നാട്ടുനടപ്പനുസരിച്ച് 4:30 ആവുമെന്ന് പ്രവർത്തകർ കരുതി. പക്ഷെ പണി പാളി. മുഖ്യമന്ത്രി കൃത്യം 4:05 വേദിയിൽ. സദസ്സിൽ പകുതിയും ആളൊഴിഞ്ഞ കസേരകൾ. പിണറായി പ്രസംഗം തുടങ്ങി. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ, പാവപ്പെട്ടവർ, സാധാരണക്കാർ. ചങ്കിടിപ്പോടെ ജില്ലാ നേതാക്കന്മാർ വേദിയിലിരുന്ന് വിയർത്തു. എന്നാൽ 5 മിനിറ്റ് നേതാക്കന്മാർക്ക് വിയർക്കേണ്ടി വന്നുള്ളൂ. അതിനകം കസേരകൾ നിറഞ്ഞു. പരിസരം ജനസമുദ്രമായി. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കന്മാരും പ്രവർത്തകരും ഒരുപോലെ സമയനിഷ്ഠ പാലിക്കണമെന്ന് ഗുണപാഠം. ന്യൂസ് 18 പാലക്കാട്.